ഹലോ, ഞാനിന്ന് ഇടിയപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കുറച്ച് ഹാക്സും കൂടെ ചേർത്താണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര വറുത്ത പൊടിയാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ റോസ്റ്റഡ് പൗഡറായിട്ട് നമ്മൾ അരിപ്പൊടി വാങ്ങിച്ചാലും നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ പരുവം എങ്ങനെ അറിയുന്നത് വെച്ചാൽ പിരിപിരിപിരിപിരാന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പം തന്നെ അറിയാൻ പറ്റും. ആ ഒരു പരുവത്തിലാക്കണം. പിന്നെ ഞാനൊരു പുതിയ സേവനാഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാനൊന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മൾ നല്ല പോലെ വെള്ളം ചൂടാക്കി ആ ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ പൊടി കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കിട്ടും. പിന്നെ നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ യൂഷ്വലി പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് ഞാനൊന്ന് നല്ല പോലെ ഒന്ന് ഞെക്കി അത് കറക്റ്റ് ഒന്ന് ആക്കും. അല്ലെങ്കിൽ മൊത്തത്തിൽ പിടിക്കത്തില്ല. പാത്രത്തിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പാത്രത്തിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ചെയ്തിട്ട് വീണ്ടും പാത്രത്തിനകത്തെടുത്ത് വെച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാൻ സേവനാഴിക്കകത്ത് ഇട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഞാനിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന നാഴിയാണെങ്കിൽ ടൈറ്റായിപ്പോയി, വർക്ക് ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം വാങ്ങിച്ചാണ് ഇതിപ്പം. അപ്പം നമ്മളങ്ങനെ ചെയ്ത് ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റും ആയിരിക്കും. നമുക്ക് ഈ സേവനാഴിക്കകത്ത് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. പാട് കാണത്തില്ല നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനേ, ഭയങ്കര എളുപ്പമായിരിക്കും. സോ മാക്സിമം നല്ലപോലെ വെള്ളം തിളപ്പിച്ച് അത് തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. കുഴയ്ക്കുമ്പം തടി സ്പൂൺ യൂസ് ചെയ്യുക, അപ്പോൾ എളുപ്പമായിരിക്കും കുഴയ്ക്കാൻ. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇടിയപ്പം. പിന്നെ നല്ല സോഫ്റ്റാണ്. നമുക്ക് മുട്ടക്കറിയുടെ കൂടെയോ തേങ്ങാപ്പാൽ കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം, കടലക്കറിയോ. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.